ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രീക്ക് ജീസസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ എന്തെങ്കിലും കണ്ടൻറ്റ്, എന്തെങ്കിലും സംഭവം ഒപ്പിക്കണം എന്ന് കുറേ നേരമായിട്ട് ഇന്ന് രാവിലെ മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെന്താ, പിന്നെ നമ്മളുള്ളതുപോലെ ഷെയർ ചെയ്യാം. പിന്നെ ബേസിക്കലി ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്കല്ല, എനിക്ക് എന്താ പറയുക, എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്താ പറയാനുള്ളത്, എനിക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാനും, എനിക്ക് എൻ്റെ ലിമിറ്റഡ് നോളേജിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ അതെല്ലാം ഷെയർ ചെയ്യാനുമാണ് ഞാൻ ബേസിക്കലി ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് അത് എടുക്കാതിരിക്കാം, നിങ്ങൾക്ക് എടുക്കേണ്ടത് എടുക്കാം, വേണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയാം, എന്നൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു കണ്ടൻറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ സത്യം പറഞ്ഞ് ഞാൻ ശ്രമിച്ചു, പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊരു കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഡെയിലി വ്ളോഗിങ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വരുന്ന പോലെ ഓരോന്ന് കാണിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പം ഞാൻ ബേസിക്കലി എനിക്ക് വെരി ലിമിറ്റഡ് ഫ്രണ്ട് സർക്കിളാണുള്ളത്. അപ്പം അതിൽ ഓൾറെഡി 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, സുനിലും ജേക്കബും. പിന്നെ ഇനിയുണ്ട് വേറെ കുറച്ചും കൂടെ ഫ്രണ്ട്സുണ്ട്. പിന്നെ അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തും. പിന്നെ അതുപോലെ എൻ്റെ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ കൂടെയുള്ള ടൈമെല്ലാം ഞാൻ നിങ്ങളടുത്ത് കാണിക്കും. ഇതൊക്കെ തന്നെയാണ് കാര്യം, സംഭവം. പിന്നെ നിങ്ങളത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും. ഇറ്റ്സ് ടോട്ടലി അപ്പ് ടു യു ടു വാച്ച് ഇറ്റ് ഓർ നോട്ട്. ഞാനത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാതിരിക്കാം. എന്താണെങ്കിലും ഞാനിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ട് അതിൻ്റെ നെഗറ്റീവ്സും അതിൻ്റെ ഫ്ലോസും എല്ലാം എന്നെ അറിയിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഒരുപാട് പ്രിപ്പറേഷൻസ് എടുക്കുമോ, അല്ലെങ്കിൽ ഇപ്പം ലൈറ്റിംഗ് ആയാലും എനിക്ക് മൈക്ക് പോലും ഇല്ല, അത് ഞാൻ ഉടനെ മേടിക്കും. അപ്പം ലൈറ്റിംഗ് ആയാലും മൈക്കായാലും എന്താണെങ്കിലും ക്യാമറ എടുക്കുന്നത് ഞാൻ അതിപ്പോൾ വെറുതെ കൈ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലൊന്നും ഞാനിപ്പോൾ പെർഫെക്റ്റ് ആക്കാനോ അല്ലെങ്കിൽ അതിൽ സൂപ്പറായിട്ടുള്ള പ്രസൻറ്റേഷൻ തരാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞു, അതൊക്കെ ചിലപ്പോൾ ഫേക്കായിപ്പോവും, ആർട്ടിഫിഷ്യലായിപ്പോവും. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യലാക്കാതിരിക്കാനും, അങ്ങനെ മാക്സിമം ഞാൻ എന്താണോ, എൻ്റെ ലൈഫ് എന്താണോ അതങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാനുള്ള എല്ലാം ഞാൻ ചെയ്യും. മാക്സിമം ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അത് തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ ഇനി ഡെയിലി വ്ളോഗ് ചെയ്യും, എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യാം. എന്ത് കണ്ടൻറ്റും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വ്ളോഗ് ചെയ്യും. അപ്പം നിങ്ങൾ തന്നെ കണ്ടോളൂ. എന്നിട്ട് ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ എന്തുവാണോ ഇനി നിങ്ങൾക്കതുപോലെ തന്നെ കാണും. ഞാൻ 1% പോലും ഫേക്ക് ചെയ്യത്തില്ല. ഞാൻ എന്താണോ അതുപോലെ നിൽക്കുന്നതാണ്. ഇത് സത്യം. അപ്പോൾ സെറ്റാണ്. ഇപ്പം തന്നെ അത് ഞാൻ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു വർക്ക്, നമ്മുടെ ടീഷർട്ടിൻ്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട്, ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് ചെയ്ത് കുറച്ച് സമയം പിടിക്കും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്ത് ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ത്രൂ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഡിസൈൻ വർക്കിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് നമുക്കൊന്ന് താഴോട്ട് പോയി നോക്കിയിട്ടേ അവിടെ എന്താണ് ഗതി എന്നൊന്ന് നോക്കിയിട്ട് വരാം. അവിടെ ആളുകൾ എന്താ ചെയ്യുന്നതെന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. കുറേ നേരമായി താഴോട്ട് പോയിട്ട്, അപ്പോൾ നമുക്കൊന്ന് താഴോട്ട് പോയിട്ട് വരാം. ഓക്കെ, ഹായ്, മനോഹരമായ മുറ്റം. ഓക്കെ, താഴോട്ട് പോകാം. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. മിൽക്കുട്ടി കിടന്നുറങ്ങുവാണ് ഗൈസ്. അവളെപ്പോൾ ഉണരും, ഞാൻ വന്ന സ്ഥിതിക്ക് അവളെപ്പോൾ ഉണരും. മിൽക്കുട്ടി എന്താ മക്കളെ എവിടെ ചെയ്യുന്നത്?
എന്തൊരു ഉറക്കമോ, രാവിലെ മുന്നിൽ കിടന്ന് ഉറക്കമാണല്ലോ. അറിയിക്കോട്ടോ. ആരെവിടെ? നമ്മയാണോ? അമ്മയെ നോക്കി കിടക്കുകയാണോ? ഉറങ്ങി കിടന്ന അവളെ വിളിച്ചുണർത്തിയിട്ട് അമ്മയെ നോക്കി കിടക്കുകയാണോ? അയ്യോ. കിടന്നു മക്കള്, കിടന്നു. സോറി കേട്ടോ, കിടന്നു. ഈ കുട്ടി എങ്ങനെ ഉറങ്ങുമായിരുന്നു കഴിച്ച് ഞാൻ അവളെ വെറുതെ വിളിച്ചുണർത്തി. പാവം ഉണ്ടായിരുന്നു. വേറെ ആരെയും കാണുന്നില്ല, എല്ലാവരും പുറത്താണെന്ന് തോന്നുന്നു. ചെറിയ മുറി കാണും, ചെറിയ ഒന്ന് നോക്കാം. അത് നോർമലാണ്, ബ്ലഡ് പ്രഷർ നോർമലാണ്. ചായ കേട്ടല്ലോ ഗൈസ്, നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഇതൊക്കെയാണ് അവസ്ഥ. ചായ ചോദിക്കാൻ പോയി എൻ്റെ അടുത്ത് തിരിച്ച് ചായ ചോദിച്ചു. സോറി ഗൈസ്, ഞാനിത് ഫോൺ കയ്യിലാണ് പിടിച്ചത്, അതാണ് തിരിക്കാൻ പാട്. സെൽഫി സ്റ്റിക്ക് ഇവിടെ ഉണ്ട്, എടുക്കാൻ മടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ചായ ചോദിക്കാൻ പോയി എൻ്റെ അടുത്ത് ഇവിടെ വിളിച്ചവിടെ ചായ ചോദിക്കാൻ പോയി എൻ്റെ അടുത്ത് ബുദ്ധിപരമായിട്ട് ഞാൻ ചായ ചോദിക്കാൻ അവളിങ്ങനെ ഇങ്ങോട്ട് ചായ ചോദിച്ചു. അപ്പം ഞാൻ ചായ ഇട്ട് കൊടുത്തല്ലേ പറ്റു. വേറെ അവസ്ഥ ഒക്കെയാണ് അവസ്ഥ, വേറെ വഴിയില്ല. എന്തോ മക്കളെ ബാ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ചായ ഇട്ട് കുടിക്കട്ടെ, ചായ ഇട്ട് കുടിക്കട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ച് വരാം. ഓക്കെ, ഇവിടെ ചായ ഇടുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഗൈസ്. ചായ ഇടുന്ന തുണി അലക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യണം, ആണോ പെണ്ണോ എന്ന ജെൻഡർ വ്യത്യാസമില്ലാതെ അതെല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ആ പണി കിട്ടിയതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതെല്ലാവരും ചെയ്യണം. കാരണം എന്താ പറയുക, അവരും പാവങ്ങളല്ലേ. സ്ത്രീകളെ കുറിച്ച് എന്താണ്, അവരും വീട്ടു ജോലിയും പിന്നെ ഓഫീസിലെ ജോലിയും എല്ലാം ചെയ്ത് തളരുന്നതല്ലേ. അമ്മമാരായാലും ഭാര്യമാരായാലും ആരായാലും പെങ്ങന്മാരായാലും. അതുകൊണ്ട് നമ്മൾ ഈ ചില വീടുകളിലുണ്ട് ആണുങ്ങളായാൽ പണിയെടുക്കാൻ പാടില്ല, അതായത് ഈ വീട്ടുപണികൾ എടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് എല്ലാവരും അടുക്കളയിൽ കയറി പണിയെടുക്കുക, ചായ ഇടുക, പാത്രം കഴുകുക, പ്ലേറ്റ് കഴുകുക, എല്ലാ പരിപാടിയും ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങൾ. ചെറിയ ചെറിയ കാര്യമാണ്, പക്ഷെ നമുക്കത് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ്. കൈ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചുണർത്തിയ ആൾ തന്നെയാണ്. നോക്കാം. എണീറ്റോടെ മക്കളെ, സോറി കേട്ടോ, സോറി. എന്ത് പറ്റി എന്നപ്പാ ഇതാണ് എൻ്റെ ചുന്ദരി മിലി ഗൈസ്, എൻ്റെ ചുന്ദരി കുട്ടിമിലി. പാവമാണ്, ചുന്ദരിയാണ്, പാവമാണ് എൻ്റെ മിലിക്കുട്ടി. ചെറിയുടെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് കിട്ടിയാണ് ഗൈസ് മിലിക്കുട്ടിയെ. നമുക്ക് ഒരു 2 കൊല്ലം മുന്നേ ആണ് നമുക്ക് മിലി കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ വിളക്കാണ് മിലിക്കുട്ടി. അങ്ങനെ ഇരിക്കുന്നു. അപ്പം അത്ര തന്നെ ഗൈസ്. അപ്പം ഞാൻ ചായ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അല്ല ഇത് ചുമ്മാ പിടിച്ചിരുന്നാ മതിയല്ലോ. ഞാൻ കുറച്ചും കൂടെ അത് കാരണം അപ്പുറം ഒരുപാട് താന്നിരിക്കുന്നത്, അതാണ് ഷേപ്പിനൊരു ഇതുണ്ട്. അത് തന്നെ. എന്നാ മതി. സൈഡ് വെട്ടണം, താഴെയും വെട്ടണം.
അത് വെട്ടണ്ട, താഴോട്ടുള്ള വെറും കമ്പാട്ട് ഇങ്ങനെ മുകളിൽ മാത്രമേ ഭംഗിക്ക് നിർത്താൻ. ബാ ഇനി ഞാൻ നോക്കാം. ബാ, ഇത് വളർത്തുന്ന അങ്ങനെയാണ്, താഴെ ഇങ്ങനെ ഇല്ലാത്ത മുകളിൽ മാത്രം. ഇത് വളർത്തുന്നത് അങ്ങനെയാണെന്നാ, മുഖമില്ല. ഞാനവിടെ എന്തോ കാര്യമായിട്ട് അത് വേറെ കത്തിലുണ്ടോ? ചായ റെഡി ഗൈസ്. നസറിക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ്. ചായ റെഡി. ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ടുവന്ന പോലെ അഭിനയിക്കുക. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കൊടുത്തേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് രണ്ടാമത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കിച്ചൺ വരെ പോയിട്ട് ഒന്നും കൂടെ പറഞ്ഞു. എൻ്റെ ചായ ഉണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചായ ഇട്ട് കുടിച്ചിട്ട് എന്തോ ചെറിയ പറഞ്ഞു, എന്തോ ബോറാണ്. നമ്മളതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് കേസ്. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ കുട്ടി ഇത് നിക്കടി കളിപ്പെണ്ണേ എടി ഓടാടി, നിക്കടി ഓടാ മിലിക്കുട്ടി. യു ആർ ഓൺ എയർ മിലിക്കുട്ടി, സ്റ്റോപ്പ്. ഇനി സെറി പാത്രക്കൂല. അതാണ് സെറിയുടെ ഒരു പ്രത്യേകത. ഇനി പാത്രക്കൂല. ഇനി സെറിക്ക് നാണം. അയ്യോ മിണ്ടരുത്, ഒരു അക്ഷരം മിണ്ടരുത്. എന്താ സെറി അവിടെ മിഡിൽ ഫിംഗർ വെച്ച് തോന്നുന്നത്? ഇത് എല്ലാവരും കാണും. നീ ആലോചിക്കണം, നിന്റെ വീട്ടുകാർ ഒരു എഡിറ്റിംഗ് പരിപാടി ഇല്ല. ഞാനിപ്പോൾ കുറച്ച് പിന്നെ ലൈവല്ല വീഡിയോയിൽ പറഞ്ഞേ ഉള്ളൂ. ഇനി എഡിറ്റിംഗ് ഇല്ല, എല്ലാം നഗ്നമായ സത്യങ്ങൾ ഞാൻ വെട്ടി തുറന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ ആലോചിച്ചും കണ്ടും വേണം. പ്രൊഫാനിറ്റി മാത്രം മാറ്റും, ബാക്കി ഒന്നും ഞാൻ മാറ്റും. മാറ്റും എന്ന് പറഞ്ഞപ്പോൾ ജോലി പോകുന്ന മാറ്റും എന്ന് പറഞ്ഞപ്പോൾ ജോലി അയ്യോ ഇവിടെ സെൽഫി സ്റ്റിക്ക് കിട്ടി ഗൈസ്. ഇനി അത് എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. യെസ്, വി ആർ ബാക്ക് ഗൈസ്. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത്തവണ സെൽഫി സ്റ്റിക്കിൻ്റെ പൂർവാധിക ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും സെറിക്കൊരു മാറ്റവും കാണില്ല. എന്തെങ്കിലും പറ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്തെങ്കിലും ആധികാരികമായിട്ട് പറയൂ സെറി. ഇപ്പൊ നമ്മളെ വ്യൂവേഴ്സ് നമ്മളുടെ കൂട്ടുകാർ തന്നെ ആയിരിക്കും. വേറെ വ്യൂവേഴ്സാ വിചാരെന്താ ഒരുമാതിരി അപ്പി ഇടാൻ പോകുന്ന പോലെ മുഖം വെച്ചോണ്ടിരിക്കുന്നു. എന്ത് വൃത്തിയോട് പറയണത് സെറി? ആധികാരികമായ മുഖമാണ്. ആധികാരികമായിട്ട് നീ പറയൂ. പറയൂ, സംസാരിക്കൂ. ആധികാരികമായിട്ട് നീ സംസാരിക്കൂ. ആധികാരികമായിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല. നിന്റെ വർക്ക് കാണിച്ച് നിന്റെ ജോലി ഞാൻ കളയട്ടെ? വേണ്ട ഗൈസ്, ഇതുകൂടെ സെറിയുടെ ജോലി. ഓഫീസിലുള്ളവര് കാണുമല്ലോ. ഇതൊക്കെ കുറച്ച് മാനേജറാണ് വലിയ, കുറച്ച് ഡീസന്റ് കേട്ടോ സെറിയുടെ മോൻ മാറി. സെറി അത് പറഞ്ഞതും സെറിയുടെ ഭാവം മാറി മാനേജർ സെറി ആയിരിക്കുന്നു. എന്തുവാ വാട്ട് ഈസ് പെണങ്ങല്ലേ? റെക്കോർഡ് ബട്ടൺ ഞെക്കിയില്ല. കണ്ട, എന്തും പറഞ്ഞ് പറ്റിക്കാ സെറി. ഷെഫ് പിള്ളേ തിരിച്ചെത്തിയിരിക്കുന്നു. ഏത് എന്തു പറഞ്ഞു കേട്ടോ ഗൈസ്? എന്റെ അമ്മ പറയുന്നുണ്ട് അപ്പി എന്നൊക്കെയാണ് എന്റെ അപ്പം പറയുന്നത്. ഭയങ്കര വൃത്തികെട്ട ഫാമിലിയാണ്, ഹെൽത്തി ഫാമിലി. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇവിടെ നീ കിട്ടുമോ? മിലിക്കുട്ടി എടി, നീ എവിടെ പോയാലും ഉണ്ടല്ലോടി. എവിടെ പോയാലും നീയാണല്ലോടി നിറഞ്ഞു നിൽക്കുന്നത്. കളിപ്പണ്ണേ പോട്ട് മാറി വെളിയിലോട്ട് ഇറങ്ങട്ടെ. മാറി വെളിയിലോട്ട് ഇറങ്ങട്ടെ. ഇവിടെ നിൽപ്പുണ്ട് മിലിക്കുട്ടി. മിലി ഇവിടെ നിൽപ്പുണ്ട് വെളി ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട്.
എൻ്റെ അടുത്ത് ചെടിയുടെ എടുക്കണം. അമ്മൻ്റെ ഗാർഡൻ കാണിക്കണ്ടേ? വൈഡ് പിടിക്കാം. ആ ഗാർഡൻ ഇവിടുത്തെ അകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ആരും കിടക്കും കത്രി. അതാണ് ദുദു. നോക്കൂ ഗൈസ്, എന്ത് മനോഹരമായ ബൊഗേൻവില്ല എന്താ വെട്ടി മുട്ടയാക്കി വെച്ചിരിക്കുന്നുണ്ടാ. ഞാൻ തന്നെയാണ് വെട്ടിയത്, പക്ഷെ ഞാൻ വെറും കൂലി വെട്ടുകാരൻ. ഇവിടെ വലിയ കാര്യമായിട്ടുള്ള മുറ്റമൊന്നുമില്ല ഗൈസ്. ഈ കാണുന്നതൊക്കെ തന്നെയാണുള്ളത്. മുമ്പ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് കുറച്ചും കൂടി ഉണ്ട്. കണ്ടു, ഹായ് ഹായ്. കുറച്ച് നാൾ മുന്നേ വരെ കുറച്ചും കൂടെ ഭംഗിയായിട്ടൊക്കെ കുറച്ചും കൂടെ നിറഞ്ഞ് ലഷ്യസ് ആയിട്ടൊക്കെ നിന്നതാണ് ഈ മുറ്റം. ഇപ്പോൾ പിച്ചക്കാരനെ പോലെയായി. ഇവിടെയാണ് ഗൈസ് നമ്മൾ ഇന്നലെ പാമ്പിനെ കണ്ടത്. അതുകൊണ്ട് ഇവിടെ അതേ നേരം നിന്ന് കറങ്ങണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം. ദൂതു എവിടെ? ദൂതുന് ഇതുവരെയും കിട്ടിയിട്ടില്ല. അകത്തോട്ട് കയറിപ്പോ. ഇതാണ് ഗൈസ് എൻ്റെ വീട്, കണ്ടോളൂ. ഇത് കാർ ഷെഡിൽ കാറില്ല, കാർ സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. ഇത് മറ്റൊരു കാർ ഷെഡ്. ഇതപ്പുറത്തെ വീട്, ഇതെൻ്റെ വീട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഗൈസ് എൻ്റെ വീടിൻ്റെ പുറം ഭാഗം. അഹംഭാഗം വേറൊരു ദിവസം, അഹംഭാഗമല്ല സോറി, വീടിൻ്റെ ഇൻറ്റീരിയർ വേറൊരു ദിവസം ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വെറുത്തു പോകും ഗൈസ്. ഒരു 3-4 കൊല്ലം മുന്നേ വരെ നമ്മുടെ ഗാർഡൻ ഇങ്ങനെയായിരുന്നു ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗാർഡൻ. മറ്റേ സാധനം നട്ടാമമ്മ. ഇപ്പം ഞാൻ ചട്ടി നട്ടൊന്നും ആണോ ഒരു നിറയെ പൊട്ടി വന്നു. ഇവിടെ മറ്റേ ആ സാധനം അമ്മയുടെയും ഭാര്യയുടെയും കോൺവെർസേഷനാണ് ഗൈസ്. അവരറിയാതെ ഷൂട്ട് ചെയ്യാണ് ഗൈസ്. നമുക്ക് അങ്ങനെ ഒതുക്കിയിട്ട് ആ സൈഡിനോട് ഇങ്ങനെ വെച്ചാൽ നിറയെ പൊട്ടി വരുമായിരിക്കും. ഇതിന്റെ ചുറ്റിനും ഇങ്ങനെ അമ്മയുടെയും മരുമോളുടെയും പരദൂഷണമാണ് ഗൈസ്. കേട്ടോളൂ, ആധികാരികമായ ചർച്ചയാണ് നടക്കുന്ന ഗൈസ്. ആരെയോ പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അമ്മയുടെയും മരുമോളുടെയും പരദൂഷണമാണ് ഗൈസ് നിങ്ങൾ കേട്ടത്. നിങ്ങളൊന്നും കേട്ടില്ലെങ്കിൽ ചെടിയെക്കുറിച്ചുള്ള പരദൂഷണമാണ് പറഞ്ഞത്. ഭയങ്കര ചെടി സ്നേഹിയാണ്. ചെറിയുടെ പ്രത്യേകത ചായ പിടിച്ചു വാങ്ങുക. ചെറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ചെടി സ്നേഹമാണ്, പക്ഷെ ഒന്നും ചെയ്യില്ല, തിരിഞ്ഞു നോക്കൂല. അമ്മൻ്റെ ഒരു പ്രത്യേകത എടി ഉണ്ടാപ്പി എൻ്റെ വ്ളോഗ് മൊത്തം ഇവളാണ്. എവിടെ പോയാലും ഇവള് എന്താ പുലിയെ പോലെ ഉണ്ടല്ലേ, കുട്ടിപ്പുലിയെ പോലെ. അയ്യോ 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 ഉണ്ടത്തക്കടി, ഉണ്ടത്തക്കടി ഓടല്ലേ ഓടല്ലേ. അപ്പം നമ്മൾ എവിടെയാണ് ഗൈസ്? അപ്പം ഞാൻ പറഞ്ഞു തന്നത് അതാണ് ഗൈസ്. അമ്മൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ചെടിപ്പിരാന്താണ്. പക്ഷെ കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ബൊഗേൻവില്ല മുറിച്ച് കളയിപ്പിച്ചതല്ല. അതായത് ഈ ചില കോളേജ് സ്റ്റുഡൻസൊക്കെ താടിയും മീശയും വളർത്തുന്ന പോലെയാണ്. ആഗ്രഹത്തോടെ വളർന്ന് ഒരു പോയിന്റ് എത്തുമ്പോൾ വെട്ടി കുറച്ച് വെട്ടി ഷേപ്പ് ചെയ്ത് അവസാനം ക്ലീൻ ചെയ്യാൻ പഠിക്കും. അതുപോലെയാണ് ചെടിയൊക്കെ വാങ്ങി നല്ല രീതിയിൽ നട്ട് കഷ്ടപ്പെടും. ചെടിയെല്ലാം വളർന്നു കഴിയുമ്പോൾ എല്ലാം വെട്ടിക്കളയും. എന്നിട്ട് പറയും ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കംപ്ലീറ്റ് വെട്ടിക്കളയും. ഇതാണ് മമ്മിൻ്റെ ഒരു രീതി. അങ്ങനെയൊക്കെയാണ് കഴിച്ച് നമ്മുടെ ചെടിക്കഥകൾ. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം.
ഇത്രയും ദൂരം. ഗൈസ് ഞാൻ അങ്ങനെ തിരിച്ചെൻ്റെ പണിപ്പുരയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇന്നത്തെ ഏകദേശം പരിപാടികളൊക്കെ തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, സമയത്രല്ലേ ആയുള്ളൂ, എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം ഞാൻ തിരിച്ചെൻ്റെ പണിയിലോട്ട് പോട്ടെ. നമ്മുടെ ഡിസൈൻ വർക്ക് പെൻഡിങ് കിടപ്പുണ്ട്, അതിന്ന് തന്നെ തീർക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ നടക്കാറുള്ള കാര്യങ്ങൾ. അതിനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ കാണും. പിന്നെന്താ, പിന്നെ ഇത് മാത്രമല്ല ഉള്ളൂ നമ്മൾ ഈ വ്ളോഗിങ് വെറുതെ വ്ളോഗ് ചെയ്യുന്ന മാത്രമല്ല, ഡെയിലി വ്ളോഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഡാൻസ് വീഡിയോസ് ചെയ്യാൻ കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മെസ്സേജ് എന്ന് വെച്ചാൽ ഫാൻസ് മെസ്സേജ് ഇട്ടല്ല, എൻ്റെ ഫ്രണ്ട്സ്, നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ കുറേ പേര് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഡാൻസ് വീഡിയോസ് ചെയ്യും. മുമ്പേ പറയായിരുന്നു ചെയ്യാൻ. അപ്പം അത് ഉടൻ തന്നെ ഇടുന്നതാണ്. ഓക്കെ. അപ്പം ഈ വ്ളോഗിങ് തുടങ്ങിയ ശേഷം കുറേ പേര് ഇതുപോലെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഡാൻസ് വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല, നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യം കൂടിയാണ്. പക്ഷേ മെനക്കേടാണ്, സത്യം പറഞ്ഞാൽ അതാണ്, വേറൊന്നുമല്ല, മെനക്കേടാണ്. ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മെനക്കേടാണ്. ഒരു ദിവസത്തിനിടയിൽ സമയം കണ്ടുപിടിച്ച് അതിന് വൃത്തിയായി നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ഒക്കെ ഇട്ട് അതിനങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്ന പോലെ ഡാൻസ് വീഡിയോ ഇടാൻ പറ്റുമോ? അപ്പോൾ എന്താണെങ്കിലും അത് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം ഇനി അങ്ങോട്ട് ഡെയിലി വ്ളോഗ് ഉദ്ദേശിച്ചത് ഈ ചുമ്മാ വെറുതെ വ്ളോഗിങ് മാത്രം ആയിരിക്കത്തില്ല. ഡാൻസ് വീഡിയോസ്, പിന്നെ ഫിറ്റ്നസ് വീഡിയോസ്. അതായത് ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഫിറ്റ്നസ് പരമായ എനിക്കറിയാവുന്ന എൻ്റെ അറിവിൽ, എൻ്റെ നോളജിലുള്ള ഫിറ്റ്നസ് ടിപ്സും പിന്നെ വർക്കൗട്ട് വീഡിയോസും ഒക്കെ ഞാൻ കുറച്ചായിട്ട് പോസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപകരിക്കുമെങ്കിൽ അത് ഉപകരിക്കട്ടെ. പിന്നെ എന്താണ്, പിന്നെ അങ്ങനത്തെ ഉള്ള എന്തൊക്കെ വീഡിയോസ് പറ്റുമോ അതെല്ലാം ഞാൻ ഇടാം ഗൈസ്. അപ്പം എന്തൊക്കെ ആയിരിക്കും ഇടാൻ പോകണമെന്ന് ഞാൻ മുൻകൂട്ടി പറയാൻ എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് അപ്പോൾ വരുന്ന പോലെ ആ ഫ്ലോയിൽ ഞാനങ്ങ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ ഒരു ഡാൻസ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, ഇനി എടുത്ത് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം. കുട്ടി വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. പിന്നെന്താ ഗൈസ്, പിന്നെ അത്രയൊക്കെ തന്നെ ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ച് പണിപ്പുരയിലോട്ട് കയറട്ടെ. കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഈ കാണുന്ന തുണികളെല്ലാം ഇന്നലെ വിരിച്ച തുണികളാണ് ഗൈസ്. ഇതെല്ലാം ഉണങ്ങി. ഇനി ഇതെല്ലാം എടുത്തിട്ട് വേണം ഇതോ കാണുന്ന ബക്കറ്റിൽ തുണി വിരിക്കാൻ. അപ്പം തുടങ്ങാമല്ലേ. അങ്ങനെ തുണി വിരിക്കലും കഴിഞ്ഞു ഗൈസ്. ഇനി ലേറ്റായി ഒരുപാട്, അതുകൊണ്ട് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോയി കുളിക്കണം. കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം എന്തുവാണോ എന്തോ അറിയത്തില്ല. അപ്പോൾ കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗ് ഏകദേശം സെറ്റായി. വർക്കൗട്ട് കഴിഞ്ഞു. വർക്കൗട്ട് കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നു. ശ്വാസം വിടുന്നതിന് മുന്നേ ഞാനിപ്പം മൊബൈൽ എടുത്ത് കൈ പിടിച്ചു. അപ്പം ഇന്നത്തെ ദിവസം ആസ് യൂഷ്വൽ വലിയ കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. എല്ലാം നല്ല രീതിക്ക് പോയി. അപ്പോൾ ഇനി നാളെ മുതൽ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഡെയിലി വ്ളോഗ് വരുന്നതായിരിക്കും. എല്ലാ ദിവസവും വ്ളോഗ് വരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് വർക്കൗട്ട്സ് കാണിക്കും, വർക്കൗട്ട് ഹാക്സ് തരും, അങ്ങനെ വെറൈറ്റി വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇന്ന് വീട്ടിലെ നമ്മുടെ യൂഷ്വൽ പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഇനി കുറേ വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ. അപ്പം ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് സുന്ദരമായി പോയി കിടന്നുറങ്ങും ബോയ്സ് അല്ല ഗൈസ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്. സോ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഫ്രീ ജീസസ് സൈനിങ് ഓഫ്. അമ്മേ വയ്യ.